പാക്കേജ് ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ മാർക്കറ്റിൽ ഒരു അവയർനെസ് ഇല്ലായ്മ സ്ട്രോങ് ആയിട്ടുണ്ട്. ഈ ഒരു അവയർനെസ്സിൻ്റെ കുറവുകൊണ്ട് മിക്കപ്പോഴും ഓൺട്രപ്രണേഴ്സിന് സംഭവിക്കുന്നത് അവർ ഒരു ഏജൻസിനെ അല്ലെങ്കിൽ ഒരു ഡിസൈനറെ ഒക്കെ ഡിസൈനിങ്ങിന് വേണ്ടി പാക്കേജ് ഡിസൈനിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രൈസ് കോൺഷ്യസ് ആണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രൈസിനേക്കാൾ അപ്പുറമുള്ള ഒരുപാട്, പ്രൈസ് കൂടുതലോ കുറവോ ഒക്കെ ആകട്ടെ, അതിനേക്കാൾ അപ്പുറമുള്ള ഒരുപാട് എലമെൻറ്റ് നമ്മൾ ഡിസൈനിങ്ങിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ ലിസ്റ്റ് ചെയ്യണം, അവരെക്കുറിച്ചൊക്കെ 360 ഡിഗ്രിയിൽ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവരെ പാക്കേജിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നമ്മളെ മാർക്കറ്റ് ഏതാണെന്ന് അറിയണം, മാർക്കറ്റിൽ ഓഡിയൻസ് ആരാണ്, ലൈക്ക് നമ്മുടെ കസ്റ്റമർ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ്, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ശേഷം ഡിസൈനിങ്ങിലേക്ക് കിടക്കാൻ പാടുള്ളൂ. അപ്പം ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കാം. ചിലപ്പോൾ ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു 50,000 1 ലക്ഷം ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അതിനേക്കാളും വലിയ നഷ്ടമാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഒരു ഫുഡ് പ്രോഡക്റ്റ്, ഒരു FMCG പ്രോഡക്റ്റ്, അതായത് ഒരു കാലാവധിയുള്ള ഒരു പ്രോഡക്റ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ ഒരു തൗസൻഡ്സ് ഓഫ് ഔട്ട്ലെറ്റുകളിലായിരിക്കും. ഈ എല്ലാ ഔട്ട്ലെറ്റുകളിലും, അതായത് ഒരു 1000 ഔട്ട്ലെറ്റിൽ ഒരു 4 പീസ് വെച്ചിട്ട്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് പാക്കേജ് ഡിസൈനിങ്ങിൻ്റെ കുറച്ച് മോശം കൊണ്ട് ഒരു വേണ്ടത്ര ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റായോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഒരു അറ്റൻഷൻ കിട്ടായോ ഉള്ളൊരു റീസൺ സ്വാഭാവികമായിട്ടും സംഭവിക്കാം. ഈ ഒരു കാരണം കൊണ്ട് ഒരു 4 പീസ് വെച്ചിട്ട് ഒരു 1000 ഔട്ട്ലെറ്റിൽ എക്സ്പയറി ആവുകയാണെങ്കിൽ അതിനെക്കൊണ്ട് വരുന്ന ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത 50,000 1 ലക്ഷം അല്ല എത്രയോ മടങ്ങായിരിക്കും. മാത്രമല്ല നഷ്ടം ലോങ് ടൈമിലോട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. സോ പാക്കേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, പ്രൈസിനേക്കാൾ അപ്പുറം നമുക്കിതൊരു ലോങ് ടൈമിലോട്ട് വേണ്ട സാധനമാണ്. സോ ഒരു രീതിയിലും ഡിസൈനിങ്ങിലായാലും ഇനിയിപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിലായാലും കോംപ്രമൈസ് ഉണ്ടാവരുത് എന്നുള്ളതാണ്.